ചെറുകഥ മറവി മരുന്ന്. ഒരിക്കൽ ഒരു പാവം കച്ചവടക്കാരൻ തൻ്റെ യാത്രക്കിടയിൽ രാത്രി വിശ്രമത്തിനായി ഒരു സത്രത്തിലെത്തി. സത്രം നടത്തിപ്പുകാരി ഒരു സ്ത്രീയായിരുന്നു. അവർ അതിഥിയെ സ്വീകരിച്ചിരുത്തി. കച്ചവടക്കാരൻ അവരുടെ അത്താഴത്തിന് എന്തെങ്കിലും തരാൻ ആവശ്യപ്പെട്ടു. കച്ചവടക്കാരൻ്റെ കയ്യിൽ വളരെ കുറച്ച് പണവും കുറച്ച് ചരക്കുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടില ബുദ്ധിക്കാരിയായ സ്ത്രീ അയാളുടെ കയ്യിലുള്ള ചരക്ക് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണമെന്ന് തീർച്ചപ്പെടുത്തി. അവൾ തൻ്റെ ഭർത്താവിനോട് വിവരം പറഞ്ഞു. ഒരു വഴിയുണ്ട്. അയാൾ ഒരു സഞ്ചിയിൽ നിന്നും കുറച്ച് പൊടി എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ പൊടി അയാളുടെ അത്താഴത്തിൽ ഇട്ടുകൊടുക്കണം. ഇത് ഒരു മറവി മരുന്നാണ്. ഇത് കഴിച്ചാൽ രാവിലെ പുറപ്പെടുമ്പോൾ അയാൾ എന്തെങ്കിലും ഒന്ന് തീർച്ചയായും മറക്കും. അത് കൊള്ളാം. അയാളുടെ കയ്യിൽ ആകെ ഒരു കോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതല്ലാതെ എന്ത് മറക്കാനാണ്? ആ സ്ത്രീ പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ അവർ ആ പൊടി അയാളുടെ അത്താഴത്തിൽ ചേർത്ത് കൊടുത്തു. പാവം കച്ചവടക്കാരൻ ഇതൊന്നും അറിയാതെ സുഖമായി അത്താഴം കഴിച്ചു കിടന്നുറങ്ങി. രാവിലെ ഉണർന്ന സത്രക്കാരി നേരെ കച്ചവടക്കാരൻ കിടന്നിരുന്ന മുറിയിലേക്കാണ് പോയത്. അവിടെ അയാളുടെ പൊടി പോലും ഇല്ലായിരുന്നു. അവർ ചുറ്റും നോക്കി. ഒന്നും തന്നെ അവിടെ വെക്കാതെയാണ് അയാൾ പോയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു വിഡ്ഢിത്തം! മറവി മരുന്ന് പോലും അയാൾ ഒന്നും മറന്നു വെക്കാതെ സ്ഥലം വിട്ടു കളഞ്ഞു. അവർ ഭർത്താവിന് നേരെ കയർത്തു. അങ്ങനെ വരില്ലല്ലോ. നീ ശരിക്കും നോക്ക്. അയാൾ എന്തെങ്കിലും ഒരു കാര്യം മറന്നിട്ടുണ്ടാകും. എൻ്റെ മരുന്ന് ഫലിക്കാതിരിക്കില്ല, ഭർത്താവ് പറഞ്ഞു. കുന്തം! അയാളൊന്നും തന്നെ മറന്നിട്ടില്ല. സ്ത്രീക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മുറിയുടെ വാടക പോലും തരാതെയാണ് അയാൾ പോയി കളഞ്ഞത്. അത് തന്നെ ഇടിമണ്ടി. മുറിയുടെ വാടക തരാനാണ് അയാൾ മറന്നത്, ഭർത്താവ് പറഞ്ഞു. അല്ലാതെ എൻ്റെ മരുന്ന് ഫലിക്കാതെയല്ല. അത് കേട്ട് ആ സ്ത്രീ വാ പൊളിച്ച് നിന്നുപോയി.